തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ചർച്ചയാകും? പ്രാദേശിക വിഷയങ്ങൾക്കും പ്രാദേശിക മുഖങ്ങൾക്കുമാണ് മുൻതൂക്കമെന്ന് പറയുമ്പോഴും രാഷ്ട്രീയം നന്നായി ചർച്ചയാകാറുണ്ട്. 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDF മേൽക്കൈ നേടിയതിന് പിന്നിൽ കോവിഡ് കാല ഇടപെടലുകൾ ഉണ്ടായിരുന്നു. റേഷന് പുറമെ കിറ്റുകളും അടിയന്തര സഹായവും എല്ലാം ലഭിച്ച രീതി അത് ചർച്ചയായി. പ്രളയാനന്തരം നടത്തിയ ഇടപെടലുകളും അന്ന് ഓട്ടായി മാറി. പ്രളയകാലത്തെ പ്രാദേശിക ഹീറോകളാണ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചവരിൽ നല്ലൊരു പങ്കും. ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ചർച്ചയാകും? ഓട്ടുകൊള്ളയും ശബരിമല സ്വർണ്ണക്കൊള്ളയും മുതൽ ക്ഷേമ പെൻഷൻ വരെ ചർച്ചയാകും. നാട്ടിൻപുറങ്ങളിലെ ഈ ചർച്ചയുടെ ഗതിയാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിജയികളെ തീരുമാനിക്കുന്നത്. മെമ്പർമാരുടെ പ്രതിച്ഛായ വിഷയമാണെങ്കിലും ബഹുഭൂരിപക്ഷം സീറ്റുകളിലും തുടർച്ച ഉണ്ടാകില്ല. നല്ല പ്രവർത്തനം കാഴ്ചവെച്ച വനിതാ മെമ്പർമാർ ജനറൽ വാർഡിലും മത്സരിക്കാം എന്ന സാധ്യത മാത്രമാണ് ബാക്കിയുള്ളത്. പുരുഷന്മാർക്ക് സ്വന്തം വാർഡ് വീണ്ടും കിട്ടാനുള്ള സാധ്യത തീരെയില്ല എന്ന് തന്നെ പറയാം. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തുകളിൽ രാഷ്ട്രീയം തന്നെയാണ് ചർച്ചയാകാൻ പോകുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പഞ്ചായത്തുകളിൽ മേൽക്കൈ ആർക്ക്? കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളായി പഞ്ചായത്തുകളിൽ ഏറെക്കുറെ സ്ഥിരതയാർന്ന ഫലമാണ് വരുന്നത്. വ്യത്യാസം ഇല്ലെന്നല്ല, ഉള്ള വ്യത്യാസം അത്ര അകലമുള്ളതല്ല എന്നാണ്. 15,962 പഞ്ചായത്ത് വാർഡുകൾ ഉള്ളതിൽ 2015 ഇടതുമുന്നണി നേടിയത് 7,625 വാർഡുകളാണ്. 2020 ഇടതുമുന്നണിക്ക് ലഭിച്ചത് 7,263. കുറഞ്ഞത് 362 വാർഡുകൾ മാത്രമാണ്. അപ്പോഴും ഒന്നാമത്തെ കക്ഷി LDF തന്നെയാണ്. UDFന് 2015 6,324 വാർഡുകൾ കിട്ടി. 2020 5,892 മാത്രവും. 432 വാർഡ് വ്യത്യാസമാണ് UDFന്റെ കാര്യത്തിൽ ഉണ്ടായത്. LDFന് 362 വാർഡുകൾ കുറഞ്ഞപ്പോൾ UDFന് 432 വാർഡുകൾ കുറഞ്ഞു. ഈ രണ്ട് കൂട്ടരുടെയും കുറവ് നേരെ NDAയിൽ പ്രതിഫലിച്ചതുമില്ല. NDAക്ക് 2015 933 വാർഡുകളാണ് കിട്ടിയത്. 2020 1,182. 249 വാർഡുകൾ മാത്രമാണ് കൂടിയത്. LDFനും UDFനും കൂടി 794 വാർഡുകൾ കുറഞ്ഞപ്പോൾ NDAക്ക് കൂടിയത് 294 മാത്രം. ശേഷിക്കുന്നത് മുഴുവൻ മറ്റുള്ളവർ എന്ന ഗണത്തിലാണ് പെട്ടിരിക്കുന്നത്. ഈ മറ്റുള്ളവർ മുഴുവൻ സ്വതന്ത്രരല്ല. അതിൽ SDPI ഉണ്ട്, വെൽഫെയർ പാർട്ടി ഉണ്ട്. എന്നാലും അവ മാത്രമല്ല, 2020 പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. മറ്റുള്ളവർ എന്ന ഈ കണക്കിൽ 2015 1078 പേരാണ് ജയിച്ചതെങ്കിൽ 2020 ആയപ്പോൾ 1620 പേർ ജയിച്ചു. പഞ്ചായത്തുകളിലെ വിധിയെഴുത്തിൽ സ്വതന്ത്രരും ചെറു പാർട്ടികളും ഒക്കെയും നിർണായക സ്വാധീനം ചെലുത്തും. 2020 ഒക്കെ എറണാകുളത്ത് നിന്നും തൃശൂർ ജില്ലയിലേക്കും ഇക്കുറി മത്സരം വ്യാപിപ്പിക്കുകയാണ്. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി ധാരണ വേണ്ടെന്ന് UDF തീരുമാനിച്ചു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയും UDFും സഖ്യകക്ഷികളെ പോലെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ കോഴിക്കോട്ടെ സീറ്റ് വിഭജനം ഇത്തവണ പൂർത്തിയായപ്പോൾ ജില്ലാ പഞ്ചായത്തിലെ 28 സീറ്റുകളിൽ 14 കോൺഗ്രസ് മത്സരിക്കും. 11 മുസ്ലിം ലീഗ്. ഓരോന്ന് വീതം കേരള കോൺഗ്രസിനും CMPക്കും RSPക്കും നൽകും. വെൽഫെയർ പാർട്ടിയെ കോഴിക്കോട് ജില്ലയിൽ ഒപ്പം കൂട്ടേണ്ടതില്ല എന്നാണ് UDFന്റെ തീരുമാനം. LDFനും UDFനും NDAക്കും ഒപ്പം വെൽഫെയർ പാർട്ടിയും ഇതുപോലെ സ്വാധീന മേഖലകളിൽ മത്സരിക്കും. കോഴിക്കോട് കോർപ്പറേഷനിലാണെങ്കിലും വെൽഫെയർ പാർട്ടിയെ അടുപ്പിച്ചിട്ടില്ല. 78ൽ 25 എണ്ണം മുസ്ലിം ലീഗിന് കൊടുത്തു. ഒരെണ്ണം CMPക്ക് നൽകി. ശേഷിക്കുന്ന 52ലും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സഹകരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് കോഴിക്കോട് ജില്ലയിൽ നടപ്പായത്. പക്ഷേ തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ നൽകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. UDFന്റെ സാധ്യതകൾ ആ പിന്തുണ കൂടി ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. പഞ്ചായത്ത് ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ LDFനും UDFനും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയവ കുറയുകയാണ് ചെയ്തത്. 2015 418 പഞ്ചായത്തുകളിൽ LDFന് വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരുന്നു. ആകെയുള്ള 941 പഞ്ചായത്തിൽ 371 LDF 2020 കേവല ഭൂരിപക്ഷം നേടിയത്. അതായത് വ്യക്തമായ ഭൂരിപക്ഷം നേടിയ പഞ്ചായത്തുകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും ഭരിക്കുന്നവയുടെ എണ്ണത്തിൽ ഈ കുറവില്ല എന്ന് കാണാം. സ്വതന്ത്രരുടെയും ചെറു പാർട്ടികളുടെയും ഒക്കെയും പിന്തുണയോടെയാണ് പല പഞ്ചായത്തുകളും LDF ഭരിച്ചത്. SDPIയുടെ പിന്തുണ പോലും നിർണായകമായി. ചില പഞ്ചായത്തുകളിൽ ചോദിക്കാതെ BJP പിന്തുണ കൊടുത്തതും ഭരണസമിതി രാജിവെക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. നൂൽപാലത്തിൽ ആടി നിന്നാണ് പല പഞ്ചായത്തുകളും 5 വർഷം പൂർത്തിയാക്കിയത്. കൊച്ചി കോർപ്പറേഷനിലൊക്കെ സീറ്റെണ്ണം കുറവായ LDF UDF വിമതന്റെ പിന്തുണയോടുകൂടിയാണ് 5 വർഷം പൂർത്തിയാക്കിയത്. 5 വർഷം തികഞ്ഞപ്പോൾ ആ വിമതൻ UDFിലേക്ക് തന്നെ മടങ്ങുന്നതും നമ്മൾ കണ്ടു. 2015 UDFന് കേവല ഭൂരിപക്ഷത്തോടെ ഭരണം കിട്ടിയത് 255 പഞ്ചായത്തുകളിൽ മാത്രമാണ്. 2020 അത് 211 കുറഞ്ഞു.
NDAക്ക് 2015 കേവല ഭൂരിപക്ഷം 3ഇടത്തായിരുന്നുവെങ്കിൽ 2020 കേവല ഭൂരിപക്ഷം 2ഇടത്ത് മാത്രമായിരുന്നു. പക്ഷേ മറ്റു ചില പഞ്ചായത്തുകളിൽ കൂടി NDA ഭരിച്ചു. സ്വതന്ത്രരും ചെറുകിട പാർട്ടികളും പിന്തുണച്ചാണ് അത് സാധ്യമായത്. പഞ്ചായത്തുകളിൽ 2020 നിന്നും ഭിന്നമായ ഒരു സ്ഥിതി ഉണ്ടായത് ഇത്തവണ അനുകമ്പ വോട്ടുകൾ കുറവായിരിക്കും എന്നുള്ളതാണ്. ന്യായവില ഹോട്ടലുകളും പെൻഷനുകളും കിറ്റുകളും ഒക്കെയും സർക്കാരിനോട് അനുകമ്പയുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു 2020 തിരഞ്ഞെടുപ്പ് കാലം. അത് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ തുടരുകയും ചെയ്തു. പക്ഷേ ഇത്തവണ അങ്ങനെ വലിയൊരു അനുകമ്പയ്ക്കുള്ള സാധ്യതയില്ല. എന്നാൽ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രഖ്യാപിച്ച പെൻഷൻ വർധനവ് അത് LDF ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. 2 വർഷം മുൻപുള്ള ഒരു സ്ഥിതിയല്ല ഇപ്പോൾ. 5 മാസത്തെ വരെ പെൻഷൻ കുടിശ്ശികയുണ്ടായി ജനങ്ങൾ ക്ഷമ നശിച്ചൊരു കാലമായിരുന്നു അത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ ആ ദേഷ്യം കൂടി പ്രതിഫലിച്ചിരുന്നു. ഈ മാസത്തെ പെൻഷൻ എല്ലാവരുടെയും കൈകളിലും എത്തുന്നതോടെ കുടിശ്ശിക തീരും. മാത്രവുമല്ല കൂടിയ തുകയ്ക്കുള്ള പെൻഷനും കിട്ടും. അതുകൊണ്ട് മാത്രം ജനവികാരം അനുകൂലമാകണമെന്നുമില്ല. എങ്കിലും 10 വർഷത്തെ LDF ഭരണം വിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയേണ്ടതുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് അതറിയാനുള്ള മാർഗമാണ് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്. പ്രാദേശികമായി സ്വീകാര്യതയുള്ളവരാണ് ജയിക്കുക എന്ന് പറയുമ്പോഴും കേരളത്തിൽ രാഷ്ട്രീയം അത് വലിയ ഘടകമാണ്. ഇത്രയേറെ രാഷ്ട്രീയ വിഷയങ്ങളുള്ള മധ്യത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പായതിനാൽ നിർബന്ധമായും അത് പ്രതിഫലിക്കുകയും ചെയ്യും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് പാർട്ടികളെ ബോധ്യപ്പെടുത്തുന്നതാകും ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.